ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. ആനന്ദ സ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ജഗന്നാഥ ക്ഷേത്രമെന്നറിയപ്പെടുന്നതിൽ രണ്ടാമത്തെ ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമാണ്. ഒന്നാമത്തേത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. ഓം നമോ നമഃശിവായ. മനോഹരമായ ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീ പ്രേമാനന്ദ ശിവഗിരി മഠം സ്വാമികളെ കണ്ടു. സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രത്യേകത മലബാറിൽ ആദ്യമായിട്ട് ഗുരു നടത്തുകയും പിന്നെ അതിന് ശേഷം നടത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് കണ്ണൂർ സുന്ദരീശ്വരം ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠിച്ചത് 1916 മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ്. 1909 മലബാറിൽ നോക്കുമ്പോൾ 1909 പാലക്കാട് തൃത്താല ധർമ്മഗിരിയിൽ പ്രതിഷ്ഠ നടത്തി. അത് ബാലമുരുക ക്ഷേത്രമാണ്. ശിവഗിരിയുടെ മലബാറിലത്തെ 36 ഏക്കർ സ്ഥലം വരുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ധർമ്മഗിരി എന്ന് പറയുന്നത്. 1913 പാലക്കാട്ട് തന്നെ യാക്കരയിൽ ഗുരു ശിലാന്യാസം നടത്തിക്കൊണ്ട് വിശ്വേശ്വരം എന്ന പേരിൽ ഒരു ക്ഷേത്രം പിന്നീട് വരികയുണ്ടായി. 1946 മഠാധിപതി ശങ്കരാനന്ദ സ്വാമികളായിരുന്നു അതിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വിജ്ഞാനോദയ സഭ എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് അവിടെ ശ്രീനാരായണ ഗുരു രൂപീകരിച്ച് 1913 രൂപീകരിച്ച് നൽകിയിരിക്കുന്നത്. 1912 ശ്രീനാരായണ ഗുരു മംഗലാപുരത്ത് കുത്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. ജ്ഞാനപ്പ നായ്ക്ക്, കൊറകപ്പ എന്നിവരുടെ മഹത്തായ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗുരു അവിടെ എത്തുകയും അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ഗോകർണനാഥം എന്ന് നാമകരണം ചെയ്യുകയും പാൽക്കാപ്പി എന്ന് പറയുന്നതായിട്ടുള്ള വിശ്വോത്തരമായിട്ടുള്ള നിവേദ്യം നേർച്ച ആയിട്ട് ജനങ്ങൾ സമർപ്പിക്കുന്ന അവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഊമയായിരിക്കുന്നതായിട്ടുള്ള വസന്ത എന്ന് പറയുന്നതായിട്ടുള്ള തുളു വംശജയായിരിക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മൂകാവസ്ഥയിൽ നിന്നും വാഗ്മിത്വം നൽകിയിരിക്കുന്നത് ഗുരു കുടിച്ച പാൽക്കാപ്പി നൽകിക്കൊണ്ടാണ്. ആ പാൽക്കാപ്പി കുടിച്ചതോടുകൂടിയിട്ട് ആ കുട്ടിക്ക് ഈ സംസാരശേഷി വീണ്ടെടുത്തതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നേർച്ച പറഞ്ഞ് പാൽക്കാപ്പി സമർപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും രാവിലെ ഗുരുപൂജയ്ക്ക് അവിടെ പാൽക്കാപ്പി നിവേദ്യം ഉണ്ട്. അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രത്നകിരീടം ചാർത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഗുരുവിൻ്റെ വിഗ്രഹം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെണ്ണക്കൽ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന് വിശേഷ ദിവസങ്ങളിലെല്ലാം രത്നകിരീടം ചാർത്താറുണ്ട്. പിന്നെ 2 കിണർ ഗുരു കുളിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ശുദ്ധജലമാണ്. ആ പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ക്ഷേത്ര കിണറും തീർത്ഥക്കിണറും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തെ അഗ്നികോണിലാണ് ഒരു
കിണറും കൂടി കുഴിപ്പിച്ച് രണ്ടും നല്ല ശുദ്ധജലമാണ്. ഗുരു അങ്ങനെ അനുഗ്രഹിച്ച മഹത്തായ ക്ഷേത്രമാണ് കുദ്രോളി ഗോകർണനാഥം. 1920 ശ്രീനാരായണ ഗുരു കാസർഗോഡ് സന്ദർശിച്ച് കാസർഗോട്ടേക്ക് ഗുരു കൊണ്ടുപോയത് സുബ്രഹ്മണ്യൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്. ആ ഫോട്ടോ ആരാധിക്കുവാനും തുടർന്ന് 1972 നടരാജ് ഗുരുവാണ് ശ്രീനാരായണ ധർമ്മസേവാ സംഘം എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം രൂപീകരിച്ച് അവിടെ പിന്നീട് 1983 പറവൂർ അച്യുതൻ തന്ത്രികൾ ഈ സുബ്രഹ്മണ്യ ഗുരുദേവൻ നൽകിയിരിക്കുന്ന സുബ്രഹ്മണ്യ ഫോട്ടോ അവിടെ ആ ഫോട്ടോ പഴകി ആ രീതിയിൽ അവിടെ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പറവൂർ അച്യുതൻ തന്ത്രിയാണ്. അത് ശ്രീനാരായണ ധർമ്മസേവാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള മഹത്തായ പ്രസ്ഥാനമാണ്. കാസർഗോട്ടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നെല്ലിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗുരു മറ്റൊന്ന് വന്ന് പാലക്കുന്ന് ഭഗവതി ക്ഷേത്രമാണ്. അവിടെ കോഴിബലി നിർത്തണം എന്ന് ഗുരു ആജ്ഞാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഗുരു പറയുന്നുണ്ട് 40 വർഷത്തിന് ശേഷം അവിടെ മാറ്റം വരും എന്ന് പറയുകയും 1960 പാലക്കുന്ന് വിദ്യാഭ്യാസ സമിതി വരികയും അങ്ങനെ ഗുരുവിൻ്റെ ആരാധനയിലൂടെ മുന്നോട്ട് പോകുന്ന മഹത്തായ ക്ഷേത്രം കൂടിയാണ് പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന സ്വാമി ആനന്ദ തീർത്ഥർ പയ്യന്നൂരിൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്തായ ആശ്രമമാണ് ശ്രീനാരായണ ആശ്രമം. 1931 അത് സ്ഥാപിച്ചത്. ആ 31 സ്ഥാപിച്ചതിന് ശേഷം 34 ജനുവരി 12 മഹാത്മാഗാന്ധി അവിടെ വരികയും ഗാന്ധി മാവ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവിടെ ഗാന്ധി മാവ് നടുകയും 1934 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജയന്തി ദിനത്തിൽ അത് നടുക. ആ സാന്നിധ്യം എന്ന് പറയുന്നത് കേളപ്പജി ഉൾപ്പെടെ AKG ഉൾപ്പെടെയുള്ള കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള സി രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ള ഒട്ടനവധി മഹാത്മാക്കൾ, ദിവാൻ വാട്സ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി മഹാത്മാക്കൾ അവിടെ സന്നിഹിതരായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും 45 ഡോക്ടർ അംബേദ്കർ അവിടെ വരികയും 141 മീറ്റിങ്ങുകൾ നമ്മൾക്ക് ഭരണഘടനയെ സംബന്ധിച്ച് രൂപീകരിക്കുന്നതിനുള്ള മീറ്റിങ്ങുകളിൽ ഒരു മീറ്റിംഗ് പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിലാണ് സ്ഥാപിച്ചത് നടന്നത്. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം രാജ്ഘട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ അടക്കം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഗാന്ധി സ്മൃതി മണ്ഡപം, സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നത് പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിലാണ്. SC/ST സമുദായങ്ങളിൽ പെടുന്നതായിട്ടുള്ള ആൺകുട്ടികൾക്ക് അവിടെ നിർധനരായിരിക്കുന്ന ആൺകുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റോട് കൂടിയിട്ട് അവിടെ പഠിപ്പിക്കുന്ന സംവിധാനം ആനന്ദ തീർത്ഥർ തുടങ്ങി വെച്ചിരുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യത്തെ വേൾഡ് പീസ് മീറ്റിംഗ് നടത്തിയത് 1970 പയ്യന്നൂരിനടുത്തുള്ള ഏഴിമല, ഇപ്പോൾ നാവൽ അക്കാദമിയൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് നടരാജ ഗുരു 1946 സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്തായ ഗുരുകുലമുണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ വെച്ചാണ് അന്ന് 1970 നടരാജ ഗുരു വേൾഡ് പീസ് മീറ്റിംഗ്, ലോക സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത്. അത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുന്നത് സുപ്രസിദ്ധമായിരിക്കുന്നതായിട്ടുള്ള നല്ല വേൾഡ് ഫേമസ് ആയിരിക്കുന്നതായിട്ടുള്ള മദ്യവർജന പ്രവർത്തകനായിരിക്കുന്നതായിട്ടുള്ള വള്ളോപ്പള്ളി പിതാവാണ്. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതായിട്ടുള്ള വള്ളോപ്പള്ളി പിതാവായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ 1970 തുടർന്ന് അങ്ങോട്ടേക്ക് എടുത്തു നോക്കുമ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 254 ശ്രീനാരായണ മഠങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ഗുരുഭക്തർ പണിതിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ മഠങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും വളരെ സുപ്രസിദ്ധമായിട്ടുള്ള മഹത്തായ ഒരു ആശ്രമ സമുച്ചയമായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ശ്രീനാരായണ മഠങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശമാണ് തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, അതോടൊപ്പം ഇരിട്ടി, വടകര, വളയം തുടങ്ങിയായിട്ടുള്ള ഒട്ടനവധി പ്രദേശങ്ങൾ, മാഹി തുടങ്ങിയായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ. ഏതായാലും ഇത്രയും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നല്ല, സ്വാമികളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്തേ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സ്വാമിക്ക് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ഹലോ ഗൈസ്, ഞാനിപ്പോൾ തലശ്ശേരിക്കടുത്തുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ജഗന്നാഥ ക്ഷേത്രം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റേതായ പ്രതിമ സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചു എന്നുള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയാർന്ന ഒരു ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം.